നമസ്കാരം. ACV സൂപ്പർ സോക്കർ പവേർഡ് ബൈ ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ എൻ്റർപ്രൈസസ് അതിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും എന്നോടൊപ്പം കളി നിരീക്ഷണവുമായി സുദേശ് എത്തിയിട്ടുണ്ട്. സ്വാഗതം സുദേശ്. വിചാരിച്ച ഒരു മത്സരത്തിലേക്ക് എത്തിയില്ല പോർച്ചുഗൽ കോങ്കോ മത്സരം. ഒരുപക്ഷെ കോങ്കോ ഭംഗിയായി കളിച്ചു എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട ഒരു പോയിൻ്റ് അവർ അവരുടെ പോക്കറ്റിലാക്കി. അതേസമയം പോർച്ചുഗലിന് നഷ്ടപ്പെട്ടത് 2 വിലപ്പെട്ട പോയിൻ്റുകൾ മാത്രമല്ല. നമ്മളെല്ലാം ഇന്നലെയും ചർച്ച ചെയ്തതാണ്. ഒരുപക്ഷെ അവസാന ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ മാന്ത്രികൻ, അദ്ദേഹം തൻ്റെ എല്ലാ അടവുകളും പുറത്തെടുക്കും. പക്ഷേ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിക്കളഞ്ഞു ഇന്നലെ DR കോങ്കോ ഡിഫൻസ്. അതാണ് ഇന്നലത്തെ കളിയുടെ ഒരു നിർണായകമായ ഒരു വിലയിരുത്തൽ. പക്ഷേ ആദ്യ പകുതിയിൽ ആദ്യം തന്നെ ഗോൾ നേടുന്നു. നീവ്സിൻ്റെ ആ ഗോള് ഒരുപക്ഷെ വരും തുടർച്ചയായ ഒരു ഗോൾ മഴ നമുക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകി. അത്ര ഭംഗിയായി അവർ ആദ്യം തുടങ്ങി. പക്ഷെ അതിനുശേഷം ഡിഫൻസ് അവരെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ച, മിഡ്ഫീൽഡിൽ അവർക്ക് യാതൊരു പഴുതും നൽകുന്നില്ല. അങ്ങനെ പോർച്ചുഗലിൻ്റെ അനവധി അവസരങ്ങൾ ആ മതിലിൽ തട്ടി തിരിച്ചു പോകുന്ന കാഴ്ച കണ്ടു. ആ മത്സരത്തിൽ സുദേശ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ലോകകപ്പിൽ ഈ പെർഫെക്റ്റ് ടീമുകൾ നമ്മളിപ്പോൾ വിലയിരുത്താണ്. ഓരോ താരങ്ങളെ എടുത്ത് വിലയിരുത്തുന്നു, ഓരോ പൊസിഷനിലുള്ള താരങ്ങളെ എടുത്ത് വിലയിരുത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്രാൻസ്, സ്പെയിന്, അതിനെ കൂടെ ചേർക്കാവുന്ന ടീമാണ് പോർച്ചുഗൽ. ആ ലൈനപ്പ് തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഏത് പ്രതിരോധത്തിലായാലും മധ്യനിരയിലായാലും എല്ലാം ലോക ഫുട്ബോളിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമിൻ്റെ, ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിലോ സെമി ഫൈനലിലോ എത്തിയ ടീമുകളുടെ താരങ്ങളാണുള്ളത്. മറുഭാഗത്ത് കോങ്കോ, ആഫ്രിക്ക, അതെ നിരവധി താരങ്ങൾ. അപ്പോൾ ആ ടീം വളരെ ആധികാരികമായിട്ട് ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലും റൊണാൾഡോ എന്ന താരത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ലോകത്തെങ്ങുമുള്ള ആരാധകർ, അദ്ദേഹത്തിന് നല്ല സമയം കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ മുൻകാലങ്ങളിൽ ഒരു 15 വർഷം മുമ്പ് റൊണാൾഡോയുടെ കളി കാണുന്നതും ഇന്നത്തെ കളിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. അന്ന് 20കളിലാണ് അദ്ദേഹം കളിച്ചത്, ഇന്ന് അദ്ദേഹത്തിന് 40കളിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത്, വളരെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കളിച്ച ഒരു പോർച്ചുഗീസ് നിര. ഞാനങ്ങനെ പറയുന്നത് കടന്നു പറയുകയല്ല, തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരം കണ്ടപ്പോൾ അതാ തോന്നിയത്. എന്തുകൊണ്ടെന്നാൽ വിറ്റീഞ്ഞയും റൂബൻ നെവാസും ഉള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡാണ് അവർക്കുള്ളത്. അവിടെ അറ്റാക്കിംഗ് മിഡിൽ കളിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഒപ്പം തന്നെ നെറ്റോ കളിക്കുന്നു, ബെർണാഡോ സിൽവ കളിക്കുന്നു. ഇപ്പോൾ ബെർണാഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസിനെയും നമുക്കറിയാം, നെറ്റോ ആയാലും വളരെ അഗ്രസീവായിട്ട് കളിക്കുന്ന, ഫുൾ ടൈം എതിർ ടീമിൻ്റെ ഹാഫിലേക്ക് കളിക്കുന്ന പ്ലെയേഴ്സാണ് നമുക്ക്. അതെ, എന്നാൽ ഇന്നലെ അവർ കളിച്ചത് ഇവിടെ ബെർണാഡോ സിൽവയെ രണ്ടാം പകുതിയുടെ 1-ാം മിനിറ്റ് തന്നെ മാറ്റി. അപ്പോൾ ബെർണാഡോ സിൽവ ഈ വർഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രകടനം. നമ്മൾ ഓരോ മത്സരം കണ്ടാലും അറിയാം, പല കളിക്കാരും ഇല്ലാതെ താരസമ്പന്നത കുറഞ്ഞ മാഞ്ചസ്റ്റർ സിറ്റിയെ ഇപ്രാവശ്യം ബെർണാഡോ സിൽവയുടെ ഒരു പ്രകടനമായിരുന്നു വളരെ നിർണായകമായത്. അത് ഒരു ഉത്തരവാദിത്വമില്ല, മുന്നോട്ട് പന്ത് കൊടുക്കാൻ അറിയാതെ വലയുന്നു, ഒരു മുൻനിരയിലേക്ക് പന്ത് കൊടുക്കാൻ പറ്റാതെ വലയുന്ന ഒരു പോർച്ചുഗീസിൻ്റെ അറ്റാക്കിംഗ് മിഡിനെയാണ് നമ്മൾ കാണുന്നത്. അതും ലോകത്തെ ഏറ്റവും നല്ലതെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസ്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മികവിലാണെന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ഇത്തവണ അവിടെ ഏറ്റവും നല്ല താരമായിട്ടും അറിയപ്പെട്ടത്, ലീഗിലെ ഏറ്റവും മികച്ച താരവുമായിട്ടും അറിയപ്പെട്ടത്. പക്ഷേ ഇതെല്ലാം കടലാസിൽ ഒതുങ്ങി. അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ വേദിയിലെത്തിയപ്പോൾ ഈ കളി മറന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ടും പോർച്ചുഗൽ പോലെ ഒരു അഗ്രസീവായി കളിക്കുന്ന ടീമിനെതിരെ ഡിഫൻസീവായി കളിക്കാനാണ് കോങ്കോ ശ്രമിച്ചത്. പക്ഷേ അവരുടെ ഫോർമാറ്റ് തന്നെ അങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ അതെ, പിന്നീട് ആ കോങ്കോ കളി മാറ്റുന്നത് നമ്മൾ കാണുന്നു. അവർ ബക്കംബുവിനെ പോലുള്ള മുതിർന്ന താരങ്ങൾ ഉണ്ട്, ഗോൾ അടിച്ച വിസയെ പോലുള്ള താരങ്ങൾ, ഇവരെല്ലാം കുറേ കൂടെ അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. കുറേ കൂടെ നല്ല ഫുട്ബോൾ കോങ്കോ കളിക്കുന്നു. അതിനുള്ള അവസരം കൊടുത്തത് പോർച്ചുഗലിൻ്റെ കടുത്ത അനാസ്ഥയോടുകൂടിയുള്ള ഒരു സമീപനമായിരുന്നു. ഇവിടെ പലപ്പോഴും പലരും പരിഹസിക്കുന്നു, റൊണാൾഡോയ്ക്ക് ഇന്നലെ പന്ത് തട്ടാൻ കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ മെസ്സിയുടെ ഒരു ശൈലിയല്ല റൊണാൾഡോയ്ക്ക്. ഒരു ഫോൾസ് നയൻ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ്
ഒരു ഫോർവേഡ്, ഇന്ന് ലോക ഫുട്ബോളിൽ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോർവേഡ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. തൻ്റെ വളരെ യങ്ങായ പീരീഡിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും മറ്റും അദ്ദേഹം ഒരു പ്ലേ മേക്കർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡിൻ്റെ റോള് കളിച്ചത്. ഇവിടെ സ്ട്രൈക്കർ മാത്രം. അതെ, ഒരു സ്ട്രൈക്കർ മാത്രമാണ്. ഒരു സ്ട്രൈക്കർക്ക് അദ്ദേഹത്തിന് അധികം ഓടി തളർന്ന് കളിക്കാൻ അല്ലെങ്കിൽ അധികം ഓടിക്കളിക്കാൻ അല്ല, അതെ, തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിൻ്റെ മികവ്. അപ്പോൾ അദ്ദേഹത്തിന് പന്ത് എത്തിച്ചു കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് മിഡ് കളിക്കുന്ന താരങ്ങളായിരുന്നു, അല്ലെങ്കിൽ വിങ്ങിൽ കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ താരങ്ങളാണ്. എന്നാൽ വില്യംസിനെ പോലുള്ള താരങ്ങൾ മങ്ങിപ്പോയി. കോൺസിസാവോ വന്നപ്പോഴാണ്, വളരെ വളരെ യുവത്വം തുളുമ്പുന്ന കോൺസിസാവോ വന്നപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ഒരു ചലനം പോർച്ചുഗലിൻ്റെ ആക്രമണങ്ങളിൽ കണ്ടത്. എന്നാലും അദ്ദേഹത്തിന് നല്ല പിന്തുണ ഇല്ലാതെ പോയി. തീർച്ചയായും വളരെ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ എന്ന് തന്നെ കടുത്ത ഭാഷയിൽ വിമർശിക്കാവുന്ന തരത്തിലുള്ളൊരു മത്സരമായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മൾ പോർച്ചുഗലിൽ നിന്ന് ഇത് കണ്ടിട്ടുണ്ട്. പോർച്ചുഗലിൻ്റെ ലോകോത്തര താരങ്ങൾ ഒരു ടീം എന്ന നിലയിൽ കളിക്കുന്നില്ല. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ വലിയ മാറ്റവും ഈ ടീമിനുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി, ഈ നഷ്ടപ്പെടുത്തിയ പോയിന്റിന് വലിയ വില പോർച്ചുഗൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രത്യേകിച്ച് ഒരു തിരിച്ചു വന്ന DR കോങ്കോയുടെ ഡിഫൻസ്, അത് എടുത്ത് പറയേണ്ടതുണ്ട്. അവരുടെ സംഘടിതമായ ഡിഫൻസ് എന്ന് തന്നെ പറയാം. അവരാരെയും അനുവദിച്ചില്ല മിഡ്ഫീൽഡിനിപ്പുറം അവരുടെ അറ്റാക്കിംഗ് മേഖലയിലേക്ക് കടക്കാൻ. കോങ്കോ ഇന്നലെ പോർച്ചുഗീസ് പ്ലേയേഴ്സിനെ എന്ത് വേണം അവർക്ക് അവസരം നൽകിയില്ല എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ശരി. എന്തായാലും നഷ്ടപ്പെട്ട പോയിന്റ് തിരിച്ചു പിടിക്കാൻ വളരെ വിയർപ്പൊഴുക്കേണ്ടി വരും പോർച്ചുഗലിന് എന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്ക് രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോവാം. ഇന്നലത്തെ ഒരുപക്ഷെ ഏറ്റവും നല്ല മത്സരമായിട്ട്, ഇന്നലത്തെ ഏറ്റവും നല്ല മത്സരമായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. ക്രൊയേഷ്യ നമുക്കറിയാം മുൻ ലോക ചാമ്പ്യന്മാരാണ്. മാത്രമല്ല ലൂക്ക മോഡ്രിക്കിൻ്റെ മാന്ത്രിക പ്രകടനമൊക്കെ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന മത്സരമാണ്. ആ മത്സരത്തിൽ ഇന്നലെ ആദ്യം ഒരു പെനാൾട്ടി കിട്ടുന്നു ഇംഗ്ലണ്ടിന്. ആ പെനാൾട്ടി ശരിക്കും ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. പക്ഷേ അത് ഹാരി കെയ്ൻ തന്നെ വാദിക്കുന്നു, ഒഫൻസീവ് ഇതാണ് അന്ന് വാദിക്കുന്നു. റീക്കിക്ക് എടുക്കുന്നു, അനായാസം ഹാരി കെയ്ൻ അത് സ്കോർ ചെയ്യുന്നു. അങ്ങനെ ആദ്യമേ തന്നെ ഹാരി കെയ്ൻ്റെ പെനാൾട്ടിയിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടുന്നു. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ കളി ഒരുപക്ഷെ അവരുടെ പഴയ വെയിൻ റൂണി അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യത്തിൽ കളിച്ച ഒരു കളിയെ ഓർമ്മപ്പെടുത്തുന്ന രീതി. പ്രത്യേകിച്ച് ഗോർഡനും ഹാരി കെയ്നും അതുപോലെ റോജേഴ്സ് 71-ാം മിനിറ്റിലാണ് റോജേഴ്സ് വരുന്നതെങ്കിലും വന്നുടനെ തന്നെ വരവറിയിച്ച ഒരു പ്ലെയറാണ് റോജേഴ്സ്. അതുപോലെ ആൻഡേഴ്സൺ, റൈസ്, ഇവരെയൊക്കെ മികച്ച പ്രകടനം കണ്ട ഒരു മത്സരമാണ് ഇംഗ്ലണ്ടിൻ്റെ മത്സരം. മറുഭാഗത്ത് നമ്മൾ ക്രൊയേഷ്യ ഒരുപാട് പ്രതീക്ഷിച്ചു. ഈ പോർച്ചുഗീസിനെ പറയും പോലെ തന്നെ അവരുടെ പല മൂവ്മെൻറ്റും ഈ മധ്യനിരയിലും അതുപോലെ തന്നെ ഡിഫൻസിലും തട്ടി തിരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എങ്ങനെ കാണുന്നു ആ മത്സരം? തീർച്ചയായും ഇവിടെ നമ്മൾ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഏറ്റുമുട്ടുമ്പോൾ തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം എന്നുള്ള സ്വാഭാവിക പ്രതീക്ഷ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രൊയേഷ്യ നമുക്കറിയാം എല്ലാ കാലത്തും അവരൊരു വലിയ ഗ്രേഡിംഗ് ഒന്നും കൊടുത്തില്ലെങ്കിലും ലോകകപ്പിൻ്റെ സെമിയിലെത്തുക, അല്ലെങ്കിൽ വലിയ ടീമുകൾക്കെതിരെ വിജയം നേടുക, ഗ്രൂപ്പ് ഘട്ടത്തിൽ അനായാസം മുന്നേറുക എന്ന തരത്തിൽ ക്രൊയേഷ്യയെ നമ്മൾ എന്നും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. മറുപക്ഷത്ത് ഇംഗ്ലണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നും ലോകകപ്പ് നേടാൻ കഴിയുന്ന താരനിരയായിട്ട് വരികയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ അത് തിരുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. രണ്ട് ടീമിൻ്റെ ഒരു വ്യത്യാസം എന്നും കാണാൻ നമുക്ക്, ക്രൊയേഷ്യ തങ്ങളുടെ കരുത്ത് എന്താണോ അതിനപ്പുറത്തേക്ക് ഉയരും. ഒരാവേശം എന്നും കളത്തിൽ ആ ടീം കാണിക്കും. ഇംഗ്ലണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തങ്ങളുടെ കരുത്ത് എന്താണോ ബിലോ ദാറ്റ് സ്ട്രെങ്ത്ത്, അതാണ് എപ്പോഴും കളിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കളിക്കുന്ന രണ്ട് ടീമുകളാണ്. എന്നാൽ ഇന്നലെ ആ തങ്ങളുടെ ഒരു മാനസികമായ ആ പ്രശ്നം ഇംഗ്ലണ്ട് ഓവർകം ചെയ്തു. ആ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എന്നും അറിയാം, നമുക്ക് ലോകത്തിലെ ഏറ്റവും ടഫായ ലീഗാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. അവിടെ കളിക്കുന്ന താരങ്ങളാണ്, അവിടെ വളർന്നു വരുന്ന താരങ്ങൾ, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ബെല്ലിംഗ്ഹാമിനെ പോലെ സ്പെയിനിൽ ലീഗ് കളിക്കുന്ന റയൽ പോലുള്ള ടീമിൽ കളിക്കുന്ന താരമാണ്. ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് ഹാരി കെയ്നെ പോലുള്ള ഒരു താരത്തിൻ്റെ ഒരു മുന്നേറ്റക്കാരൻ്റെ ഒരു അഡ്വാൻറ്റേജും, ഒപ്പം തന്നെ ബെല്ലിംഗ്ഹാം അസാധ്യമായിട്ട് ഇത്തവണ റയലിന് വേണ്ടി പോലും അദ്ദേഹം ഇത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചെന്ന് തോന്നുന്നില്ല. സ്വന്തം രാജ്യത്തിന് സ്വാഭാവികം ബെല്ലിംഗ്ഹാം അസാധ്യമായി കളിച്ചു. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ ബെല്ലിംഗ്ഹാം കളി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
സ്വാഭാവികമായിട്ടും നമുക്കറിയാം മറുപക്ഷത്ത് ക്രൊയേഷ്യയ്ക്ക് നല്ല യുവതാരങ്ങളുടെ ഒരു അഭാവമുണ്ട് തീർച്ചയായിട്ടും. അതിനാണ് ഗോർഡിയോളിനെ പോലുള്ളവർ വന്നിട്ടുണ്ട് നമുക്കറിയാം. എങ്കിൽ പോലും അവർക്ക് ഒരു പ്ലേ മേക്കിംഗ് മധ്യനിരയിലോ മുന്നേറ്റത്തിലോ ഒരു നല്ല ലോകോത്തര താരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ക്രൊയേഷ്യക്ക് കഴിയുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയണം. ഇത് പറയുമ്പോൾ തന്നെ സുദേശ്, നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി നമ്മൾ സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാം പകുതിയിൽ 4 ഗോൾ പങ്കിട്ടു. അതാണ് ഈ മത്സരത്തിലൊരു പ്രത്യേകത. 2 ഗോൾ വീതം ഇരു ടീമും സ്കോർ ചെയ്യുന്നു. അതുപോലെ തന്നെ മൂസ നേടിയ ഗോൾ അത് തീർച്ചയായും ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ക്രൊയേഷ്യയ്ക്കൊരു ആത്മവീര്യം കൊടുത്ത ഗോളാണ്. അതും കൂടി ചേർത്ത് ഈ മത്സരത്തെ രണ്ടാം പകുതി നമുക്ക് വിലയിരുത്താം. അതെ, തീർച്ചയായിട്ടും. അത് ആദ്യം തന്നെ 2-2 സമനിലയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ഘട്ടത്തിൽ ക്രൊയേഷ്യ മുന്നിലെത്തുകയാണ്, എന്നിട്ട് ഇംഗ്ലണ്ട് തിരിച്ചു പിടിക്കുന്നു. പക്ഷേ എപ്പോഴും ഇംഗ്ലണ്ട് ഒരു ആധിപത്യം കളിയിൽ സ്ഥാപിച്ചിരുന്നു. അത് ക്രൊയേഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു അഗ്രസീവ് ഫുട്ബോളിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അവർ ഗോൾ നേടി എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രകടനമാണ് മത്സരത്തിൻ്റെ ഗതി മാറ്റിയത്. അതിൽ ബെല്ലിംഗ്ഹാമിനെ പോലുള്ള താരങ്ങൾക്ക് പങ്കുണ്ട്. ഇവിടെ നമ്മൾ പറയേണ്ടത് ക്രൊയേഷ്യയുടെ ഗോളിന് ഇംഗ്ലണ്ടിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് അവരുടെ ബാക്ക് ലൈനാണ്. അത് നല്ല ബാക്ക് ലൈൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുറേ കൂടെ ഒട്ടും അവരുടെ മധ്യനിര താരങ്ങളെയും മുന്നേറ്റ താരങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് പ്ലേയേഴ്സ് എന്ന് മാത്രം പറയാവുന്നവരാണ് അവരുടെ പിന്നിലുള്ള. റീസ് ജെയിംസിനെ പോലുള്ളവർ നമുക്കറിയാം ലീഗിൽ നന്നായിട്ട് കളിച്ചാണ്, പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമായിരുന്നു. ഇവിടെ ഇന്നലെ നിർണായകമായി എടുത്തു പറയേണ്ടത് ഗോർഡൻ എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ഇംഗ്ലണ്ടിന് വേണ്ടി. അദ്ദേഹം വിങ് ബാക്ക് കളിക്കുന്ന ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന മധ്യനിരയിൽ അതെ അദ്ദേഹത്തിൻ്റെ പ്രകടനം, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ പരീക്ഷിക്കാൻ വേണ്ടി ടുച്ചൽ തയ്യാറായി എന്നുള്ളത് വലിയ കാര്യമാണ്. ഒന്നാമത് ടുച്ചലിനെ പോലുള്ള ഒരു പരിശീലകൻ ഇംഗ്ലണ്ടിനെ കുറേ കൂടെ അഗ്രസീവായിട്ട് കളിക്കാൻ മാനസികമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് അവിടെ ഒരു കാര്യം കൂടി സുദേശി ഒന്ന് വിശദീകരിക്കണം. ഈ ടൊച്ചലിൻ്റെ രണ്ടാം പകുതിയിൽ ഒരു നിർണായകമായ ഒരു മാറ്റം, അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നു. ആ ഒരു മാറ്റം തീർച്ചയായും ഇംഗ്ലണ്ടിന് കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചില്ലേ? അതെ, തീർച്ചയായും. അവരുടെ ഡെഡ് ബോൾ കിക്ക് ചെയ്യുന്നതിൽ ഡെക്ലൻ റൈസ് വളരെ നല്ല പ്ലെയറാണ്. പക്ഷേ ഇന്നലെ ടച്ചൽ അതിൽ വലിയൊരു മാറ്റം വരുത്തി. ഡെക്ലൻ റൈസ് സാധാരണ ലീഗ് ആഴ്സണലിന് വേണ്ടി ആയാലും എന്തായാലും ഫുൾ ടൈം കളിക്കുന്ന ഒരു പ്ലെയറാണ്. റയലിനെതിരെയുള്ള ഒരു ഡെക്ലൻ റൈസിൻ്റെ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ, ഈ കഴിഞ്ഞ അല്ല അതിന് മുമ്പുള്ള ചാമ്പ്യൻസ് ലീഗിൽ ഒരു പ്രകടനമുണ്ട്. അദ്ദേഹം ഫ്രീ കിക്കിൽ നിന്ന് 2 ഗോളുകൾ നേടുന്നത്. ഇന്നലെ ഒരു ഡെക്ലൻ റൈസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ഒരു ഗോൾ നേടുന്നത്. അതെ, ഹാരി കെയ്ൻ നേടുന്നത്. പക്ഷേ ഡെക്ലൻ റൈസിനെ പിൻവലിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കളിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ മധ്യനിരയിൽ കുറേ കൂടെ പേസ് ഉള്ള ഒരു പ്ലെയർ വേണമെന്ന് ടുച്ചൽ മനസ്സിലാക്കുകയാണ്. അവിടെയാണ് ബെല്ലിംഗ്ഹാമിന് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്നത് പുതിയ പ്ലെയർ വരുന്നതോടുകൂടി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഡൂക്കോ എന്ന് പറയുന്ന ആഴ്സണലിൻ്റെ പ്ലെയറിനെ ഇന്നലെ ഫസ്റ്റ് 11 പെടുത്തുക അത്ഭുതകരമാണ്. എന്താണെന്ന് വെച്ചാൽ ആഴ്സണലിൽ മഡൂക്കോ അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചവെച്ചെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ടുച്ചൽ വലിയൊരു പരീക്ഷണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെക്ലൻ റൈസിനെ പോലെയും ഗോർഡനെ പോലെയുള്ള പ്ലെയേഴ്സ് കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സാണ്. അതെ, സാഹയെ പുറത്ത് അതെ. അപ്പോൾ ക്രിയേറ്റീവായി കളിക്കുന്ന പ്ലെയേഴ്സാണ് ഡെക്ലൻ റൈസും ഗോർഡനൊക്കെ. അപ്പോൾ അവിടെ ഒരു പേസ് ഉള്ള ഒരു പ്ലെയർ വേണമെന്നുള്ളതുകൊണ്ടാണ് മഡൂക്കോയെ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ വളരെ ഭംഗിയായിട്ട് മഡൂക്കോ ആ വിങ്ങിൽ, റൈറ്റ് വിങ്ങിൽ വലിയ തലവേദന ക്രൊയേഷ്യക്ക് ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും പഴയ ഓവർലാപ്പിംഗ് ഒരു ഡിഫൻസ് ആയിട്ട് വന്നു. തീർച്ചയായിട്ടും. അപ്പോൾ മഡൂക്കോയുടെ പ്രകടനം നിർണായകമായി. അത് പിന്നെ റൈസ് മാറുന്നതോടുകൂടി ബെല്ലിംഗ്ഹാമിന് കുറേ കൂടെ ഫ്രീഡം കിട്ടുന്നു. അപ്പോൾ പേസ് 2 പേർക്ക് ഒരേ പേസിൽ കളിക്കാൻ പറ്റും, നല്ല പേസിൽ കളിക്കാൻ പറ്റുന്നു. അത് ഇംഗ്ലണ്ടിന് സെക്കൻഡ് ഹാഫിൽ വലിയ ആധിപത്യം കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് മത്സരത്തിൽ നിർണായകമായത്. തീർച്ചയായും ടുച്ചലിന് മുഴുവൻ മാർഗം ഇന്നലത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും നൽകണം. നമ്മുടെ വെളുപ്പാൻകാലത്ത് 4:30 മണിക്ക് ഘാന പനാമ പോരാട്ടം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിൽ അത്രയൊന്നും നമുക്ക് മനസ്സിൽ തങ്ങുന്ന പ്രകടനമില്ലാത്ത ഒരു മത്സരമായി പോയി. ഒരു തണുപ്പൻ മത്സരത്തിൻ്റെ രീതിയിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ഘാന സാധാരണ നമ്മളെയൊക്കെ ത്രസിപ്പിക്കുന്ന മത്സരം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. പക്ഷേ പനാമയുമായിട്ടുള്ള ആ മത്സരത്തിൽ അത്രയൊന്നും കണ്ടില്ല. ഒരു ഗോളിന് തടിതപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഘാന വിലപ്പെട്ട 3 പോയിന്റുകൾ ഈ ഗ്രൂപ്പ് എല്ലിൽ കരസ്ഥമാക്കി എന്നുള്ളതാണ് ഘാനയുടെ ആ മത്സരത്തിൻ്റെ വിവരണം കൂടി. ഈ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും എൻ്റെ വിലയിരുത്തലിൽ ഏറ്റവും ടഫായ ഗ്രൂപ്പാണ്. പനാമ ഉണ്ടെന്നുള്ള ഒഴിവാക്കിയിരുത്തുന്നു. ബാക്കി 3 ടീമുകളും ഈ കഴിഞ്ഞ മുൻകാല ലോകകപ്പിൽ നന്നായി കളിച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾ ആവറേജിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇംഗ്ലണ്ട് മുന്നിലെത്തി. ഘാന ശ്രദ്ധിക്കേണ്ടിയിരുന്നത് പനാമയ്ക്കെതിരെ പരമാവധി ഗോൾ നേടാനാണ്. അവിടെയാണ് താങ്കൾ പറഞ്ഞ ഒരു വ്യത്യാസം വന്നത്. ഘാന അത്തരത്തിൽ അഗ്രസീവായിട്ട് അവർക്ക് കളിക്കാൻ പറ്റിയില്ല.
ആദ്യ മത്സരമായതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും. പിന്നെ പനാമയെ അവരത്ര ഒരിതായിട്ട് എതിരാളിയായി കാണാതെ അതാണ് ആ മത്സരം തണുപ്പനായി പോകുന്നത്. പക്ഷേ അതൊരു വലിയ പിഴവാണ്. ഗാനയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ക്രൊയേഷ്യയും ഇംഗ്ലണ്ടിനോടുമാണ് ഗാനയ്ക്ക് കളിക്കാനുള്ളത്. അല്ല, അത് ഏറ്റവും രസം രണ്ട് മുൻ ചാമ്പ്യന്മാർ ആയിട്ടുള്ള ടീമുകൾ പോലെ ശക്തരായിട്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ടഫായ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പനാമയ്ക്കെതിരെ ഗോൾ അടിക്കാനാണ് ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക, ഗോൾ ആവറേജ് കൂട്ടാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും ഗാന അത് ചെയ്തില്ല. ഇംഗ്ലണ്ട് നേടിയ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ഗാന ആഗ്രഹിക്കുന്ന ഒരു ഫലം കിട്ടിയില്ല. അത് ആ ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ നിർണായകമാണ്. പക്ഷേ ഇവിടെ ഘാനയുടെ ഫോർമേഷനും അങ്ങനെയായിരുന്നു, 4-4-1-1. ഒരു പുതിയ ഫോർമേഷൻ ഘാന കളിക്കുന്നു. ഘാനയുടെ രീതിക്ക് വിപരീതമേ. മറുഭാഗത്ത് പനാമ 4-4-2 ഫോർമാറ്റിലും കളിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഡിഫൻസീവ് മെൻറ്റാലിറ്റിയോടുകൂടി തന്നെയാണ് ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അത് കുറേ കൂടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാന അങ്ങനെ പ്ലെയർ വൈസും കൂടിയാണ് അത് നടത്തിയത്. ഗാനയ്ക്ക് മധ്യനിരയിൽ നല്ല താരങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ പേരെ ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളൊരു തന്ത്രമായിരിക്കും സ്വാഭാവികമായിട്ട് പരീക്ഷിച്ചിരിക്കുക. അതുമാത്രമല്ല, പനാമ പോലുള്ള ഇപ്പോൾ ലോകകപ്പിൽ നമ്മൾ മുൻ മത്സരങ്ങളിലെല്ലാം കണ്ടു വളരെ ദുർബലമെന്ന് കരുതിയ ടീമുകൾ പലരും വലിയ സ്പെയിനെ, കേപ്പ് വെർദെ അതുപോലുള്ള മത്സരങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗാന ഈ ഗ്രൂപ്പിൽ ഒരു തോൽവിയോ സമനിലയോ ആഗ്രഹിച്ചിരിക്കില്ല. അവിടെ നമ്മൾ ഈ ദുർബലരെന്ന് നമ്മൾ ഈ പേപ്പറിൽ പണ്ട് കോങ്കോ വളരെ നന്നായിട്ട് പോർച്ചുഗലുമായിട്ട്, കേപ്പ് വെർദെ, അവരുടെ കളിയിൽ വിറപ്പിച്ചു ടീമിനെ. അതെ, തീർച്ചയായിട്ടും ചെറിയ ടീമുകളെല്ലാം. അതുപോലെ തന്നെ അൾജീരിയ, അർജന്റീന മത്സരം, ഇറാൻ, അതെ, എല്ലാവരും നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഇവിടെ ഒരു തോൽവിയോ സമനിലയോ അപകടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് കൂടിയായിരിക്കാം ഒരു പ്രതിരോധ തന്ത്രം. പക്ഷേ മത്സരം പുരോഗമിക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാം പകുതിയിലോ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിക്കണമായിരുന്നു, അതുണ്ടായില്ല. അടുത്ത മത്സരം ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും. ആ മത്സരത്തിൽ ശരിക്കും നമ്മൾ കണ്ടതാണ് ലാറ്റിൻ അമേരിക്കൻ ശക്തി എന്താണെന്ന്. കൊളംബിയ വളരെ ഭംഗിയായി സ്പീഡി അറ്റാക്കുകൾ കളിച്ചു. കൊളംബിയ അതിനുള്ള റിസൾട്ടും ഉണ്ടാക്കി. ഉസ്ബെക്കിസ്ഥാൻ ആദ്യമായിട്ട് ലോകകപ്പിലേക്ക് വരുന്ന ഉസ്ബെക്കിസ്ഥാനെ 3-1 പരാജയപ്പെടുത്തുന്ന ഒരു മത്സരം. ഇവിടെ മ്യൂനസിൻ്റെ ഗോള്, അതുപോലെ ഡയസിൻ്റെ, ക്യാമ്പസിൻ്റെ ഒക്കെ ഗോളുകൾ തീർച്ചയായും നമുക്ക് ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഗോളുകൾ നമുക്ക് സമ്മാനിച്ച ഒരു കൊളംബിയ. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കൊളംബിയോ എന്ന ടീമിൻ്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനോടെത്തിയോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലോട്ടെത്തിയോ? ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻകാരും കുറേ കൂടി യൂറോപ്യൻ ശൈലിയിലേക്ക് വന്നു. മാത്രമല്ല, സുദേശ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പോൾ കളിക്കുന്നത് അങ്ങോട്ടാണ്, യൂറോപ്പിലും അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഒക്കെ കളിക്കുന്ന താരങ്ങളാണ് ഈ ലോകകപ്പിലും ശരിക്കും മാറ്റുരയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ ശൈലി കുറച്ചുകൂടി അവലംബിച്ചത്. ആ മത്സരം എങ്ങനെയാണ് സുദേശ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ മത്സരം സ്വാഭാവികമായിട്ടും കൊളംബിയയ്ക്ക് ഒരു ജയം, വലിയ മാർജിനിൽ അല്ലെങ്കിലും ഒരു ജയമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് തന്നെ അവർ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത്, കൊളംബിയ പോലുള്ളൊരു ടീമിനെതിരെ വളരെ ഡിഫെൻസീവായിട്ട് കളിക്കാൻ തീരുമാനിക്കുകയാണ് ഉസ്ബെക്കിസ്ഥാൻ. അവരൊരു ഗോൾ വഴങ്ങുന്നു. എന്നാൽ ഈ ഗോൾ വഴങ്ങിയ ശേഷം ഒരു ഉസ്ബെക്കിസ്ഥാനെ പോലുള്ള ടീമുകൾ അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ള ഏഷ്യൻ അല്ലെങ്കിൽ അത്തരം മേഖലയിൽ നിന്നുള്ള ടീമുകൾ കുറേ കൂടി സ്ട്രോങ് ആയി വരുന്നു. അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ കുറേ കൂടി, നമ്മൾ പറഞ്ഞ ഇറാഖ് മാത്രമാണ് തോറ്റത്, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ തോറ്റു. ഇത്തരം ടീമുകൾ പക്ഷേ കുറേ കൂടെ നല്ല ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം ശൈലി മാറ്റം ഒപ്പം തന്നെ പ്രധാനമാണ്. വിദേശ കോച്ചുകളാണ്. അത് ഏഷ്യൻ ടീമുകൾക്കായാലും ആഫ്രിക്കൻ ടീമുകൾക്കായാലും. ഇപ്പോൾ ബ്രസീൽ പോലും ആൻസലോട്ടിയെ പോലെ ഇറ്റലിയിൽ നിന്ന് ഒരാളെ പരിശീലകനെ കൊണ്ടുവന്നു. അപ്പോൾ അത്തരം പരിശീലകരാണ് ഇന്ന് അവിടെ. എന്നുവെച്ചാൽ അവരുടെ യൂറോപ്പിലേക്ക് പോയി കളിക്കുന്നവരുണ്ട്, യൂറോപ്യൻ പരിശീലകർ വരുന്നു. സ്വാഭാവികമായിട്ട് യൂറോപ്യൻ പരിശീലകരാകുമ്പോൾ അവരുടെ തന്ത്രങ്ങളും യൂറോപ്പിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഇത്തരം വേദികളിൽ ആ തന്ത്രങ്ങളാണ് കൂടുതൽ ഫലവത്ത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഉസ്ബെക്കിസ്ഥാൻ കുറച്ചുകൂടി ഡിഫെൻസീവായിട്ടാണ് കളിച്ചത്. അവരുടെ കോച്ച്. അതെ, നമ്മൾ കളി കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ അപ്പോൾ ഞാൻ പറയുന്നത്, ലൂയിസ് ഡയസിനെ പോലുള്ള പ്ലെയേഴ്സ് അത് വളരെ നിർണായകമാണ്. അദ്ദേഹം ബയൺ മ്യൂണിക്കിലാണ് ഇപ്പോൾ കളിക്കുന്നത്, നേരത്തെ ലിവർപൂളിലായിരുന്നു. ഇപ്പോൾ ലൂയിസ് ഡയസ് ആകാരത്തിലൊന്നും നമുക്കൊരു വലിയ പ്ലെയറിൻ്റെ ഫീൽ ഇല്ലെങ്കിലും അദ്ദേഹം കളത്തിൽ മുഴുവൻ സമയവും ഒരേ എനർജിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ഹാമിഷ് റോഡ്രിഗസിനെ പോലുള്ള അവരുടെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിന് അറിയാം, വലിയ അത്ഭുത ബാലൻ എന്ന് വിശേഷിപ്പിച്ച സൂപ്പർ ഗോളുകൾ നേടിയ ലോകകപ്പിൻ്റെ ഫിഫയുടെ ഏറ്റവും മികച്ച ഗോളിൽ ഒരു കാലത്ത് ഒരു ഗോൾ നേടിയ താരമാണ്. പക്ഷേ പിന്നീട് മങ്ങിപ്പോകുന്ന കാണുന്നു. റയലിനെ പോലുള്ള ടീം അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം മങ്ങുന്നു, പിന്നീട് വളരെ പുറകോട്ട് പോകുന്നു. പക്ഷേ എന്നാലും തൻ്റെ പ്രതിഭ അല്പമെങ്കിലും അവശേഷിക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചൊരു മത്സരം കൂടിയാണ്.
ഇവിടെ ഏറ്റവും പ്രധാനമായത് കൊളംബിയൻ ഉസ്ബെക്കിസ്ഥാൻ അഗ്രസീവായിട്ട് കളിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൊളംബിയൻ പ്രതിരോധത്തിന് കഴിഞ്ഞു എന്നുള്ളത് നിർണായകമാണ്. അതാണ് മത്സരത്തിൽ നിർണായകമായത്. പിന്നീട് ഉസ്ബെക്കിസ്ഥാൻ ഒരു സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ 2-1 പിന്നിൽ നിന്നിട്ട് സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കൊളംബിയ മൂന്നാമത്തെ ഗോളും അടിക്കുന്നത്. അത് കൊളംബിയയുടെ അതാണ് പ്രൊഫഷണലിസം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരഫലം മത്സരത്തിൻ്റെ ഒരു ചിത്രം പോലല്ല, കുറേ കൂടെ ആധികാരികമായി ജയിച്ചൊരു ഫീൽ വരുന്നത് കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നിടത്താണ്. ഇന്നത്തെ ലോക ഫുട്ബോളിൽ ഏറ്റവും നിർണായകം അത് തന്നെയാണ്. ഏറ്റവും പെർഫെക്റ്റായ ഇന്നലെ നമ്മൾ കണ്ടു ഫ്രാൻസിൻ്റെ ഒരു പ്ലാൻ ബി നടപ്പാക്കുന്നത് കണ്ടു, ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം പകുതിയിൽ നടപ്പാക്കുന്നത് കണ്ടു. അപ്പോൾ അതാണ് ഈ ലോകകപ്പിൽ നിർണായകമാവുക. കളി പുരോഗമിക്കുമ്പോൾ കളിയുടെ സ്വഭാവത്തിനനുസരിച്ച് തൻ്റെ ടീമിനെ ചിലപ്പോൾ ലോകത്തിലെ 1-ാം നമ്പർ താരത്തെ പോലും മാറ്റി നിർത്തിയെന്ന് വരാം. ഇപ്പോൾ റുബൻ ഡയസിനെ പോലുള്ള ഡിഫൻഡർ ഇല്ലാതെയാണ് ഇന്നലെ പോർച്ചുഗൽ കളിച്ചത്. അപ്പോൾ അതിന് ചിലപ്പോൾ പരിക്കായിരിക്കാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ കൊളംബിയക്ക് ഹെർണാണ്ടസിന് ആദ്യ ലെവലിൽ ഇല്ല. അതെ, ഹെർണാണ്ടസിനെ പോലുള്ള പ്ലേയേഴ്സ് ഇല്ല. ഞാൻ പറഞ്ഞത് അത് അയാളേക്കാൾ കൂടുതൽ ആവശ്യം ടീമിൻ്റെ കൂട്ടായ്മയ്ക്ക് ഉതകുന്ന ചില തന്ത്രങ്ങളായിരിക്കും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ഫുട്ബോളിന് മാറ്റം. ഡെക്ലാൻ റൈസിനെ മാറ്റുന്നു, റൈസ് നന്നായിട്ട് കിക്ക് എടുക്കുന്ന നല്ല പ്ലെയറാണ്, അദ്ദേഹത്തിനെ മാറ്റുന്നു. അപ്പോൾ ഇത്തരം തന്ത്രങ്ങൾ നിർണായകമാവുന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു തന്ത്രമാണ് കൊളംബിയ നടപ്പാക്കിയത്. 3 ഗോളിൻ്റെ 3-1 എന്ന സ്കോറിന് അവർക്ക് ജയിക്കാനും കഴിഞ്ഞു. വിലപ്പെട്ട 3 പോയിന്റ് അവർ കരസ്ഥമാക്കുകയും ചെയ്തു. ഇന്നത്തെ മത്സരങ്ങളിലേക്ക് പോവാം. ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു രാത്രി 9:30. അതിനുശേഷം സ്വിറ്റ്സർലൻഡ് ബോസ്നിയയെ നേരിടുന്നു. കാനഡ ഖത്തർ മത്സരമുണ്ട്. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം വരെ നമുക്ക്. ഒരു ചോദ്യം, നമ്മൾ തിരിച്ച് രണ്ടാമത്തെ മത്സര ഗ്രൂപ്പിലേക്ക് പോകും. ഈ ഗ്രൂപ്പ് തൊട്ട് ഇനി ഇന്ന് രണ്ടാമത് മത്സരിക്കും. രണ്ടാമത്തെ കളി ആരംഭിക്കുന്നു. എങ്ങനെയാണ് ഈ മത്സരങ്ങളെ വിലയിരുത്തുന്നത്? ആദ്യം നമുക്ക് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണ കൊറിയ ഈ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ദക്ഷിണാഫ്രിക്ക മത്സരം. ഇപ്പോൾ ഈ മത്സരങ്ങളുടെ എല്ലാം പ്രത്യേകത നമ്മൾ പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് ആദ്യ മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്, ദക്ഷിണാഫ്രിക്കയും കണ്ടതാണ്. ദക്ഷിണാഫ്രിക്ക വളരെ നിരാശപ്പെടുത്തിയ ഒരു ടീമായിരുന്നു. പക്ഷേ ചെക്ക് കുറേ കൂടെ നല്ല ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ച ഒരു ടീമാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ തന്ത്രം ഇന്ന് ഏകദേശം തുല്യ തന്ത്രങ്ങൾ. കുറേ കൂടെ ചെക്ക് വളരെയധികം പ്രതിരോധത്തിലായിരിക്കും. നമുക്കറിയാം അവർ തീർത്തും പ്രതിരോധത്തിലായിരിക്കും കളിക്കുക. ഇനി ഗ്രൂപ്പിൽ ഒരു തോൽവി അല്ലെങ്കിൽ സമനില വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ആ ഗ്രൂപ്പുകളിലെല്ലാം. പരാജയപ്പെട്ട ചെക്കാണ്. അതെ, 2 ടീമുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുന്നോട്ട് ഡിഫെൻസീവായിട്ട് കളിക്കാനായിരിക്കും ശ്രദ്ധിക്കുക. ദക്ഷിണ ആഫ്രിക്ക അവർ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞാൽ അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നതിൻ്റെ ഒരു പതർച്ച ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അഗ്രസീവായിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഡോർ ഡൈ ആയിരിക്കും ദക്ഷിണ ആഫ്രിക്കയെ സംബന്ധിച്ച്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇന്നത്തെ ഒരു മത്സരം. അതുകൊണ്ട് തന്നെ തീർത്തും വാശിയേറിയൊരു മത്സരമായിരിക്കും. രണ്ടാമത് കളിക്കുന്നത് സ്വിറ്റ്സർലൻഡ് ബോസ്നിയാണ്. ലോസ് ഏഞ്ചൽസിലാണ് ആ മത്സരം. അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് യൂറോപ്പിലെ 2 ടീമുകളാണ് കളിക്കുന്നത്. അവിടെ സ്വിറ്റ്സർലൻഡിന് തങ്ങളുടെ പരിചയ സമ്പത്ത് കൊണ്ട് ഒരു ആധിപത്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബോസ്നിയ നമുക്കറിയാം ആദ്യ മത്സരത്തിൽ വേണ്ടത്ര അവരുടെ തന്ത്രങ്ങൾ വിജയിച്ചില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും സമനില ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത്രത്തോളം ഒരു കാണികൾ നമുക്ക് മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു ഫുട്ബോൾ കളിക്കാൻ അവർക്ക് കഴിഞ്ഞ സംശയമാണ്. സ്വാഭാവികമായിട്ടും സ്വിറ്റ്സർലൻഡിന് ഒരു ആധിപത്യം അവിടെ കാണുന്നു. അത് കഴിഞ്ഞാൽ കാനഡ ഖത്തർ തീർച്ചയായും കാനഡ വളരെ നല്ല രീതിയിൽ കളിച്ച ഒരു ടീമാണ്. മറുഭാഗത്തൊരു ഏഷ്യൻ ടീം. ഇന്ന് 2 ഏഷ്യൻ ടീമുകൾ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും ഖത്തറും വളരെ നല്ല മികവാർന്നൊരു ഫുട്ബോൾ കളിച്ച് സമനില നേടിയ ടീമാണ്. പക്ഷേ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്നു. നല്ല ഡേവിസിനെയും ഡേവിഡിനെയൊക്കെ പോലുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഖത്തറിന് ആവേശമാണ് കൂടുതൽ കൈമുതലായിട്ടുള്ളത്. നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അവരുടെ ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന അവരുടെ പ്ലെയേഴ്സാണ്. ആവേശത്തോടെ കളിക്കാൻ പറ്റുന്നവരാണ്. ആ ആവേശം പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ സമ്മർദ്ദമില്ലാതെ കളിച്ചാൽ സ്വാഭാവികമായിട്ടും കാനഡയ്ക്ക് ഇന്ന് 3 പോയിൻ്റ് സാധിക്കും. അതുപോലെ പിന്നെ ഉള്ള മത്സരം 2 വിജയിച്ച ടീമുകൾ തമ്മിലാണ്. ആദ്യത്തെ റൗണ്ട് 2 പേരും വിജയിച്ച ടീമാണ് മെക്സിക്കോയും ദക്ഷിണ കൊറിയയും. ആ മത്സരം ശരിക്കും ആവേശം തുളുമ്പുന്ന മത്സരമായിരിക്കും. ജയിക്കുന്നവർ ഗ്രൂപ്പ് ചാമ്പ്യൻ. അതെ, ഇന്നത്തെ ഏറ്റവും കടുത്ത മത്സരമായിരിക്കും സ്വാഭാവികമായിട്ടും മെക്സിക്കോയും കൊറിയയും തമ്മിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. 2ഉം ഏറെക്കുറെ ഒരേ ശൈലിയിൽ കളിക്കുന്ന ടീമുകളാണ്. തീർച്ചയായും ഒരു കാര്യം തീർച്ചയാണ്, നല്ല സ്പീഡി ഫുട്ബോൾ. യെസ്, അത് തന്നെയാണ് പറഞ്ഞത്. ഒരേ ശൈലിയിൽ കളിക്കുന്ന ശക്തരായ ഈ ലോകകപ്പിലെ ഭേദപ്പെട്ട ടീമുകളാണ്. മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള 2 ടീമുകളാണ്. ഫുട്ബോൾ ആവേശം ഇവിടെ തീരുന്നില്ല. ലോകകപ്പിൻ്റെ കടുത്ത മത്സരങ്ങളിലേക്ക് നാം കടക്കുന്നു. 2ാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി
കൂടുതൽ കൂടുതൽ ആവേശകരമായ മത്സരങ്ങൾക്കായി കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.